മുണ്ടക്കയം ടൗണിലൂടെ ചീറിപ്പാഞ്ഞ ഫയർഫോഴ്സും ആംബുലൻസും പോലീസ് വാഹനങ്ങളും. പുത്തൻചന്തയിലെ തടിക്കടയുടെ താഴത്തെ നിലയിൽ നിന്നും അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കുവാനുള്ള ശ്രമം. പലരും ചോരയിൽ കുളിച്ചു കിടക്കുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് പലർക്കും മനസ്സിലായില്ല. യാഥാർത്ഥ്യത്തെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള മോബ് ഡ്രില്ലായിരുന്നു അധികാരികൾ മുണ്ടക്കയത്ത് ഒരുക്കിയത്. ദേശീയ, സംസ്ഥാന, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റികൾ സംയുക്തമായി വിവിധ വകുപ്പുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ മോബ് ഡ്രില്ലിൽ ദുരന്തമുണ്ടായാൽ എങ്ങനെ നേരിടാമെന്ന പ്രായോഗിക അനുഭവങ്ങൾ പ്രദേശവാസികൾക്ക് നൽകി. കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ മുണ്ടക്കയം കോസ്വേയിൽ വെള്ളപ്പൊക്കമുണ്ടായാൽ നേരിടേണ്ട രീതിയും, മീനച്ചിൽ താലൂക്കിലെ വെള്ളിക്കുളത്ത് ഉരുളുപൊട്ടലുണ്ടായാൽ ചെയ്യേണ്ട കാര്യങ്ങളും മോബ് ഡ്രില്ലിലൂടെ അവതരിപ്പിച്ചു. ദുരന്തമുണ്ടായാൽ എങ്ങനെയാണോ നേരിടേണ്ടത് അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഒരുക്കിയത്. യഥാർത്ഥ അപകടമെന്ന് യാത്രക്കാരിൽ ചിലർ തെറ്റിദ്ധരിച്ചെങ്കിലും മോബ് ഡ്രില്ലിന്റെ ഭാഗമാണെന്ന് തിരിച്ചറിഞ്ഞതോടെ അവരും കാഴ്ചക്കാരായി നിന്നു. റവന്യൂ, ആരോഗ്യവകുപ്പ്, പോലീസ്, ഫയർഫോഴ്സ്, പൊതുമരാമത്ത്, കെട്ടിടം, റോഡ് വിഭാഗങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുടങ്ങി വിവിധ സർക്കാർ വകുപ്പുകൾ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു. രണ്ടിടത്തും 25 വീതം വോളണ്ടിയർമാർ മോബ് ഡ്രില്ലിന്റെ ഭാഗമായി. കാഞ്ഞിരപ്പള്ളി തഹസിൽദാർ എം എ ജോസുകുട്ടി, മീനച്ചിൽ തഹസിൽദാർ ലിറ്റിമോൾ തോമസ് എന്നിവരും നേതൃത്വം നൽകി. സംസ്ഥാന ദുരന്ത നിവാരണ സമിതിയുടെ നിർദ്ദേശപ്രകാരം ഇന്ന് സംസ്ഥാനത്ത് എല്ലാ താലൂക്കുകളിൽ എന്ന് പറഞ്ഞ പോലെ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഇന്ന് മോക്ക് ഡ്രില്ല് നടത്തുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ മുണ്ടക്കയം എന്ന സ്ഥലത്താണ് നമ്മളിന്ന് ഈ മോക്ക് ഡ്രില്ല് നടത്തിയിരിക്കുന്നത്. ഇവിടുത്തെ സെനാരിയോ എന്ന് പറയുന്നത് ചുഴലിക്കൊടുങ്കാറ്റിനെ തുടർന്നുണ്ടായ ഒരു വെള്ളപ്പൊക്കത്തിൽ മുണ്ടക്കയം കോസ്വേ റോഡ് മുങ്ങിപ്പോവുകയും തൽഫലമായി സമീപത്തുള്ള കെട്ടിടങ്ങളിൽ വെള്ളം അതിശക്തമായി കൂടുകയും കെട്ടിടം മുങ്ങിപ്പോവുകയും അതിനെ തുടർന്ന് കെട്ടിടത്തിലുള്ളവരെ നമ്മൾ രക്ഷിക്കുകയും അതിൻ്റെ ഫലമായിട്ട് ഒരു ജീവൻ നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു സെനാരിയോ ആണ് നമ്മളിന്ന് ഇവിടെ നടത്തിയിരുന്നത്. ജില്ലാ കളക്ടറേറ്റിലെ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഓഫീസിലൊരുക്കിയ വീഡിയോ കോൺഫറൻസിലൂടെ ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് എസ് ശ്രീജിത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ നടപടികൾ വിലയിരുത്തി. അതിനോടനുബന്ധിച്ച് ഇന്ന് റവന്യൂ, PWD, പോലീസ്, ഫയർഫോഴ്സ്, അതുപോലെ തന്നെ പഞ്ചായത്ത്, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, നാട്ടുകാർ, RRT അംഗങ്ങൾ, അവരുടെ എല്ലാവരുടെയും ഒരു സംയോജിതമായിട്ടുള്ള ഇടപെടൽ അത് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനും ഇവിടെ നടത്തിയ പരിപാടി അനുസരിച്ച് അപകടത്തിൽപ്പെട്ടവരെ തൊട്ടടുത്ത ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നതിന് ആംബുലൻസിൻ്റെ, മെഡിക്കൽ ടീമിൻ്റെ ഒരു സൗകര്യം, ഇതെല്ലാം നിശ്ചിത സമയത്തിനുള്ളിൽ അതാത് ഡിപ്പാർട്ട്മെൻറ്റുകളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പരിപാടിയാണ് ഇവിടെ നടത്തിയത്. 11 മണിയോടുകൂടി IRS സിസ്റ്റത്തിൽ നിന്ന് എനിക്കൊരു മെസ്സേജ് വരികയും ഒരു 11:15 ഇതിനകത്തുള്ള ക്വിക്കായിട്ട് നമുക്ക് ഇവിടുന്ന് ഇവാക്വേഷൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് വന്നിരിക്കുന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ 10ഓളം പേര് വെള്ളപ്പൊക്കത്തെ തുടർന്ന് സൈറ്റിൽ കുടുങ്ങി കിടക്കുന്നതായിട്ടാണ് നമുക്ക് മെസ്സേജ് വന്നത്. അതിനനുസരിച്ചുള്ള ഈ മോക്ക് ഡ്രിൽ നടത്തിയത്. അതിലേക്ക് ഒരു ഡെത്ത്, 3 പേർക്ക് സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ട്, 6 പേരെ മൈനറായിട്ടുള്ള ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് നമുക്ക് 11 മണിയോടുകൂടി ഇവിടെ കോസ്വേ ജംഗ്ഷനിൽ വെള്ളം കയറി ഒരു ബിൽഡിങ്ങിൽ ആൾക്കാർ കുടുങ്ങിക്കിടക്കുന്ന ഒരു മെസ്സേജ് ലഭ്യമാകുന്നത്. ഫയർഫോഴ്സ് അവരെ അവിടുന്ന് ഇവാക്യുവേറ്റ് ചെയ്തു. അതിനകത്ത് ഒരാൾ മരിച്ചിരുന്നു. 3 പേർക്ക് വളരെ സീരിയസ് ഇഞ്ചുറി ആയിട്ടുള്ള 3 പേരെ നമുക്ക് എമർജൻസി ആയിട്ട് കാഞ്ഞിരപ്പള്ളി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഉള്ള സംവിധാനങ്ങൾ ചെയ്തു. ഇന്ന് ഇവിടെ നടന്ന മോക്ക് ഡ്രില്ലിൽ നമ്മുടെ ഫയറിൻ്റെ ടീമുകൾ അല്ലാതെ നമ്മുടെ സിവിൽ ഡിഫൻസ് ടീമംഗങ്ങളും വളരെ സജീവമായിട്ട് പങ്കെടുത്തു. മോക്ക് ഡ്രില്ലിനോട് അനുബന്ധിച്ച മണിമലയാറ്റിൽ വെള്ളപ്പൊക്കമെന്ന മുന്നറിയിപ്പ് ലഭിച്ചതോടെ പുത്തൻചന്ത നിവാസികളെ മുണ്ടക്കയം സെൻറ് ജോസഫ് മഠ സ്കൂളിലെ ക്യാമ്പിലേക്ക് മാറ്റി. ക്യാമ്പിലെത്തിയ ആളുകളുടെ പേര് വിവരങ്ങൾ ക്യാമ്പ് ഓഫീസർ ശേഖരിച്ചു. തുടർന്ന് ഡോക്ടറെത്തി ആളുകളെ പരിശോധിച്ച് ആരോഗ്യസ്ഥിതി വിലയിരുത്തി. മോക്ക് ഡ്രില്ലിന്റെ ഭാഗമായി എത്തിയ പ്രദേശവാസികൾ അവരുടെ രംഗങ്ങളെല്ലാം മനോഹരമായി അഭിനയിച്ചു. പങ്കെടുത്ത ഡോക്ടറും രോഗികളെ പരിശോധിച്ച് ഒറിജിനൽ ദുരിതാശ്വാസ ക്യാമ്പിന്റെ പ്രതിനിധി ജനിപ്പിച്ചു. ക്യാമ്പിലെ സാഹചര്യവും ഡോക്ടറുടെ പരിശോധനയുമെല്ലാം യാഥാർത്ഥ്യം പോലെയായതോടെ ഇതിൽ പങ്കെടുത്ത പുത്തൻചന്ത സ്വദേശി സുരഫിക്ക് ദേഹാശ്വാസം അനുഭവപ്പെട്ടു. ഉടൻ തന്നെ ഡോക്ടർ ഇയാൾക്ക് വിദഗ്ധ ചികിത്സ നൽകി. കണ്ടുനിന്നവർ ഇതും പരിപാടിയുടെ ഭാഗമാണെന്ന് തെറ്റിദ്ധരിച്ചെങ്കിലും പിന്നീടാണ് യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞത്. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.